ഇപ്പുള്ള ഒരു പ്രത്യേകത പദമാണ്. ഇപ്പൊ പറയുന്നത് എന്താ? മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഞങ്ങളെ പ്രശംസിക്കുന്നു. അല്ല, ഒരു വഹാബികളായിട്ട് ബന്ധല്ലേ? ഞങ്ങൾ സ്വാദിക്കലി തങ്ങളെ മദ്ഹ് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞിട്ട്? അത് പറയാൻ പാടുണ്ടോ? അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതോ? ഒക്കെ നിങ്ങളെ തലയിൽ ഇപ്പൊ കണക്കിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ അവിടെ നിന്നും വിട്ടൂന്ന്. ഇന്നിപ്പോ ഞാൻ അങ്ങോട്ട് പോരുമ്പോ ഒരാൾ എനിക്ക് വിട്ടെന്ന വീഡിയോ ഏതാണെന്നറിയോ? വഹാബികളുടെ ജുമുഅ, അവർക്ക് ജുമുഅന്നല്ല, ഓല മിമ്പറിൽ ഒരു മൗലവി കാന്തപുരത്തിന്റെ മദ്ഹ് പറയുന്നിടത്ത് കാര്യത്തിയിട്ടുണ്ട്. ഞങ്ങൾ അത്രയും വലുതായി പോയി. നിങ്ങൾ വലുതായതല്ല, നിങ്ങൾ സാധനം മാറിപ്പോയതാ. ഓലക്കല്ലോടത്താൽ നിങ്ങളാണ് മാറിപ്പോയതാണ്. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതായത് മുജാഹിദിന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മിമ്പറുമൽ നിന്നിട്ട് കേരള യാത്രന്റെ മഹത്വം പറയാണ് മലയാളത്തിലെ. അതാണത്ര വലിയ അഡ്രസ്. നോക്കുങ്ങൾ എവിടെ ഈ സമൂഹത്തെ അവർ കൊണ്ടുപോയി എത്തിച്ചത്. ആ ജുമുഅ കാണിച്ചു കൊടുക്ക്. ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്നലെ തിരുവൂരിൽ വെച്ച സ്വീകരണത്തിൽ പറഞ്ഞത്, അദ്ദേഹത്തോട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആ വാചകം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്, പറയേണ്ടതാണ്. തോന്നുന്നുണ്ട് ഈ ജുമുഅക്ക് ബലും പങ്കെടുത്തോന്നാണ്. വലാതെ ക്ലിപ്പാക്കി വിടുന്നത്. കഴിഞ്ഞ ദിവസം തിരൂരിൽ കാന്തപുരം പറഞ്ഞ് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും പല കാര്യത്തിലും നമ്മൾ ഒന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ ഞാൻ എടുത്തുദ്ധരിക്കുകയാണ്. അതാണത്രേ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ മദ്ഹ്. എന്ത്? എല്ലാവരും ഞങ്ങളെ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ ഗുണം പറയുന്നു. മുജാഹിദിന്റെ മിമ്പറിൽ വരെ ഞങ്ങളുടെ ഗുണം പറയുന്നു. രാഷ്ട്രീയക്കാർ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി ആഴ്ചന്നറിയോ? നേരത്തെ ഇവരെ സംബന്ധിച്ച് വളരെ മോശമായി പറഞ്ഞിരുന്ന മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ്, അദ്ദേഹം മലപ്പുറത്ത് വെച്ച് ഇവരുടെ മദ്ഹ് പറഞ്ഞപ്പോ ആദ്യം പ്രസംഗിച്ച പ്രസംഗവും രണ്ടാമത് പ്രസംഗിച്ച പ്രസംഗവും വലിയ നേതാവിന് കേൾപ്പിച്ചു കൊടുത്തപ്പോ സന്തോഷം കൊണ്ട് കണ്ണീരൊലിപ്പിച്ച് ഓതിയത്രേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അല്ലാഹുവിന്റെ നസ്റും അല്ലാഹുവിന്റെ ഫത്ഹും ഒക്കെ വന്നു എന്നുള്ള ആയത്ത് നോക്ക് നിങ്ങൾ. ഇവരുടെ അവസ്ഥ എവിടേക്കാണ് ഈ പോക്ക്? ഇതാണോ ഈ പറഞ്ഞ ഫത്ഹ്? ഇതാണോ ഈ പറഞ്ഞ നസ്ർ? ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കൂടാരത്തിൽ മുഴുവനും വഹാബിസം പറയുന്ന ആളുകളായി നിങ്ങളുടെ മുശാവറക്കാര് വരെ മാറിയപ്പോ, നിങ്ങൾ തന്നെ വഹാബിസത്തിലേക്ക് കൂടുമാറിയപ്പോ, ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മശായിഖിനെയും നിങ്ങൾ എതിർത്തപ്പോ, ഒരു വലിയന്റെയും വിലായത്തിന്റെ അഹ്ലുകാരായ ഒരാളുടെ പോലും ആ പറയുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രശംസ ഇന്ന് നിങ്ങൾക്കില്ല. അത് പറയാൻ നിങ്ങൾക്കില്ലല്ലോ. മുജാഹിദിന്റെ മിമ്പർമത്തെ പ്രസംഗല്ലേടാള് ഏത് വലിയ പറഞ്ഞു, ഏത് ഷെയ്ഖ് പറഞ്ഞു, ഏത് മഹാൻ പറഞ്ഞു? ഒരു മഹാന്റെയും പറയാനില്ല. അപ്പൊ പിന്നെ രാഷ്ട്രീയക്കാർ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വലിയ മദ്ഹ് എന്ന് വിചാരിച്ച് നടക്കുന്നവരോട് അന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഓതിക്കൊടുത്ത ഒരായത്തുണ്ട്. ആ ആയത്ത് നിങ്ങളിലേക്ക് ഞങ്ങൾ ഓതിത്തരികയാണ്. അതായത് ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലുമായി വലിയ വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയായ മിഅ്റാജ് അടക്കമുള്ള സംഭവങ്ങൾ ലോകരോട് പറഞ്ഞ് ദഅവത്തുമായി മുന്നോട്ട് പോകുമ്പോ അപ്പുറത്ത് അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, അഹ്ലി കിതാബ് എല്ലാരും കൂടി ഒന്നിച്ച് പരസ്പരം മദ്ഹ് പറയുന്നു. പരസ്പരം അവർക്ക് വലിയ വലിയ സംഭവങ്ങളായി തോന്നുന്ന ഭൗതിക കാര്യങ്ങൾ ഉണ്ടാകുന്നു. അവരിങ്ങനെ വന്നിട്ട് പറയാ, മുഹമ്മദേ നിന്റെ ദീന് നല്ല ദീനാണ്, വലിയ ദീനാന്നൊക്കെ ഈ പറയല്ലേ, ഞങ്ങളെ കണ്ടോയ്, ഞങ്ങൾക്ക് എന്നും എന്നും മണികൾ കൂടി വരിക,
ഞങ്ങളെ കയ്യിലാണ് സ്വാധീനം, ഞങ്ങളെ കയ്യിലാണ് അധികാരം, ഞങ്ങളെ കയ്യിലാണ് എല്ലാം. ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തൊരായത്തുണ്ട്, ഇന്നഹും യകീദൂന കൈദാ വഅകീദു കൈദാ ഫമഹ്ഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദാ. എന്താണ് ആ പറഞ്ഞത്? അവർ അല്ലാഹുവിനെ ചതിക്കാനാണ് നോക്കുന്നത്. അല്ലാഹുവിനെ ഓവർടേക്ക് ചെയ്ത് പ്രശംസയുണ്ടാക്കാനും അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടെന്ന് പറയാനും അവർ ശ്രമിക്കുന്നു. വഅകീദു കൈദാ, ഞാൻ തിരിച്ചവരെ ചതിക്കുകയാണ്. അല്ലാഹു പറയാണ്, അവർക്കുള്ള ചതിയുടെ പ്രതിഫലം അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കുകയാണ് നമ്മൾ. പക്ഷേ ഇപ്പൊ വലിയ സൗകര്യവും വലിയ ആളുകളും പേരും പ്രശസ്തിയൊക്കെ ആയിട്ട് ദുനിയാവിലിങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ഓലോടൊരു കാര്യം പറഞ്ഞേക്കി, ഫമഹ്ഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദാ. നബിയേ, ഇതിങ്ങനെ നമ്മള് കണ്ടില്ലേ, മീൻ പിടിക്കുമ്പോ മീൻ കൊത്തിയ ഒന്നുകൂടി അയച്ചിട്ട് കൊടുക്കൂലേ? ഇതാ പണി. ഈ കുഫറിലും മശായിഖിനെ നിഷേധിക്കുന്നതിലുമായി ജീവിക്കുമ്പോ അല്ലാഹ് നിങ്ങൾക്ക് അയച്ചിട്ട് തരികയാണ്, സൗകര്യം തരികയാണ്. ഏതുവരെ നിങ്ങൾ പോകുമെന്നറിയാൻ നിങ്ങൾക്ക് സമയം തരികയാണ്. അവസാനം കുറഞ്ഞ സമയം, റുവൈദ ഐ ഖലീല, കുറഞ്ഞ സമയം ഒരു സൗകര്യം നിങ്ങൾക്ക് തരികയാണ്. അതിന്റെ പേരിൽ അഹങ്കരിക്കണ്ട. ഫഇന്ന റബ്ബക ഫഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. അല്ലാഹു പിടിക്കാൻ ഉദ്ദേശിച്ചാൽ അതൊരു വല്ലാത്ത പിടുത്തമാകും. നിങ്ങളുടെ സംഖ്യയോ എണ്ണമോ നിങ്ങളുടെ പെരുമയോ ഒന്നും അല്ലാഹുക്കൊരു പ്രശ്നമേ ആകൂല. അപ്പൊ ദുനിയാവിന്റെ എന്തോ ആളവും പെരുമയും ഇതൊക്കെ കണ്ടിങ്ങനെ നടന്ന് അതിനുവേണ്ടി ഇദാജാ നസ്റുല്ലാഹി ഓതി നടക്കണ്ട. അതൊക്കെ നിങ്ങൾക്ക് അയച്ചിട്ട് തരികയാണ് മശായിഖ്. അല്ലാഹ് അത് കരുതിയിട്ട് എല്ലാമായി എന്ന് വിചാരിച്ച് വെറുതെ നടക്കണ്ട. ഒരു നിലക്കും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ നോക്ക്, ഉമറാക്കളും